ഹലോ ഗൈസ്, വെൽക്കം ടു ട്രൂത്ത്ഫുൾ റിവ്യൂ. ഇന്ന് ഞാൻ റിവ്യൂ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പുള്ള മലയാള സിനിമയായ L2E അഥവാ എമ്പുരാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒറ്റ വാക്കിൽ പടം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ 100% ഗംഭീരം, മസ്റ്റ് വാച്ച് അർത്ത് ആയ ഒരു ഐറ്റമാണ്. അടുത്തതായി ലാലേട്ടൻ്റെ കംബാക്കാണ് ഈ സിനിമ. കുറേ നാളെ ലാലേട്ടനെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചത് അത് ഈ സിനിമയിലൂടെ കണ്ടു. പിന്നെ സിനിമയുടെ ക്യാമറ വർക്ക് ഒരു രക്ഷമില്ല, ഹോളിവുഡ് ലെവൽ ഐറ്റം. ഓരോ ഫ്രെയിംസും ഹോളിവുഡ് ലെവൽ പോലെ തോന്നി. ലാലേട്ടൻ്റെ സിനിമ കണ്ട് രോമാഞ്ചം കൊള്ളണമെന്ന് കുറേ നാളായുള്ള എൻ്റെ ആഗ്രഹം ഈ സിനിമയിലൂടെ നടന്നു. അടുത്ത മികച്ച കാര്യം എന്ന് പറഞ്ഞാൽ സീൻ ഷിഫ്റ്റിംഗ് ആണ്. അതായത് ഒരു സീൻ കേരളത്തിൽ നടക്കുമ്പോൾ അടുത്ത സീൻ ഏതോ ഫോറിൻ കൺട്രിയിലുള്ള ഫൈറ്റാണ്. പിന്നെ വെറുതെ സിനിമയ്ക്ക് ബഡ്ജറ്റ് ചിലവാക്കിയ പോലെ ഒരിക്കലും തോന്നില്ല. കണ്ടന്റ് ഓറിയൻറ്റഡ് ആയ സിനിമയാണ്. കൊടുത്ത കാശിന് വെർത്തായി എടുത്തു വെച്ച ഒരു പടമാണ് എമ്പുരാൻ. ഇല്ലാത്ത ഒരു സീൻ പോലും സിനിമയിലില്ല. ഓരോ സീനും അതിൻ്റേതായ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ L2E സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളി ഗോപി, എന്താണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്? ആൻ ആബ്സല്യൂട്ട് സിനിമ. ഇതൊരു 3 പാർട്ട് മൂവി ഐറ്റമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ, സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. ഇതിനൊരു തേർഡ് എഡിഷനും ഉണ്ട്. അതിനുള്ള ത്രെഡ് എല്ലാം ഇതിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാളായി മനസ്സ് നിറഞ്ഞൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചു. അത് L2E പൂർണ്ണമാക്കി. പിന്നെ ഡയറക്ടർ കം ആക്ടറായ പൃഥ്വിരാജ്. ഈ പുള്ളി ഇന്ത്യയിലെ ടോപ്പ് 10 ഡയറക്ടർ എടുത്ത് വെച്ചാൽ അതിൽ 10ൽ ഉൾപ്പെടാൻ കഴിവുള്ള ഒരാളാണ് പൃഥ്വിരാജ്. ഇനി ആകെ ഈ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയാൻ മ്യൂസിക് ആൻഡ് BGM ആണ്. അതത്ര മോശമായെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ലൂസിഫർ വെച്ച് എമ്പുരാൻ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറാണ് എനിക്ക് മികച്ചതായി തോന്നുന്നത്. എന്ന് പറഞ്ഞ് എമ്പുരാൻ മോശമെന്നും അല്ല. എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ മിസ്സാകാതെ കാണേണ്ട ഒരു സിനിമയാണ് എമ്പുരാൻ. കൊടുത്ത കാശിന് മുതലുണ്ട്. 100% മസ്റ്റ് വാച്ച്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു, ബൈ.